തൻ്റെ കാലം കഴിഞ്ഞാൽ ഇനി ഭാവി മുഖ്യമന്ത്രി ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവാണെന്ന് എല്ലായിടത്തും വിളിച്ചട്ടഹസിച്ച വ്യക്തി നിതീഷ് കുമാർ തന്നെയാണ്. അതേ നിതീഷ് കുമാർ ഒരു നാണവും മാനവും ഇല്ലാതെ പാലം ചാടിക്കടന്നുകൊണ്ട്, പാലം വലിച്ചിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് തന്നെയാണ് നടത്തിയതെന്നതിൽ സംശയമൊന്നും വേണ്ട. BJPയെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് നിതീഷ് കുമാർ എത്തുമ്പോൾ, നരേന്ദ്രമോദിയുടെ റാലികളിലെല്ലാം സർവ്വസാന്നിധ്യമായി മാറിക്കഴിയുമ്പോൾ LJP കണ്ണുവയ്ക്കുന്നത് നിതീഷ് കുമാറിനെ എങ്ങനെയും അസംതൃപ്തനാക്കുക എന്നതാണ്. നിതീഷ് കുമാറിനെ പുകച്ച് പുറത്തിയാടിക്കാൻ എന്താണ് വഴി എന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് പശുപതി പാരസും ചിരാഗ് പാസ്വാനും. പരസ്പര വൈര്യം എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ പൊതുശത്രുവിനെ നേരിടാൻ കഴിയൂ എന്ന ചിന്താഗതി ഇവരിടയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹജിപൂർ സീറ്റിനെ ചൊല്ലി വലിയ തർക്കം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു. അത് തൻ്റെ പിതാവിൻ്റെ സീറ്റാണ്, അതൊരിക്കലും സഹോദരൻ അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് ചിരാഗ് പാസ്വാനും, എന്നാൽ ജമുയി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച ചിരാഗ് പാസ്വാൻ എന്തിനാണ് ഹജിപൂരിൽ മത്സരിക്കുന്നതെന്ന ചോദ്യം തിരിച്ചും ഒക്കെ ആരായുന്നുണ്ടായിരുന്നു. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ JDU, അതായത് ഐക്യ ജനതാദൾ, സീറ്റുകൾ കൂടുതൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഒപ്പം ജതൻ റാം മഞ്ചിയും കൂടെ കൂട്ടിയിരിക്കുന്നു. നിതീഷ് കുമാറിൻ്റെ ബദ്ധശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലയളവിൽ ജതൻ റാം മഞ്ചി. ജതൻ റാം മഞ്ചി നമുക്കറിയാം, അദ്ദേഹം ഐക്യ ജനതാദളിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇടക്കാലത്ത് ജതൻ റാം മഞ്ചിയാണ് മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചത്. എന്നാൽ ആ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഐക്യ ജനതാദളിൽ നിന്നും അദ്ദേഹത്തിനെ പടിയടച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തം പാർട്ടിയായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച രൂപീകരിച്ചതും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതും. അതേ ജതൻ റാം മഞ്ചിയെ ഒപ്പം കൂട്ടിയാൽ നിതീഷ് കുമാറിന് ശക്തമായൊരു മറുപടി കൊടുക്കാം എന്ന ചിന്ത കൃത്യമായി തന്നെ ഐക്യ ജനതാദളിനെതിരെ ലോക് ജനശക്തി പാർട്ടി ചിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്.